കഴിഞ്ഞ വർഷമാണ് ഇന്ത്യ ചൈനയെ പോപ്പുലേഷനെ ബീറ്റ് ചെയ്തത്. ഇപ്പോൾ ചൈനയെക്കാട്ടും കൂടുതൽ പോപ്പുലേഷൻ ഇന്ത്യയിലാണ്. ഇപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ചൈനയിൽ ഒരുപാട് ഗ്ലോബൽ ബ്രാൻഡ്സ് ഉണ്ട്. യുഎസ്എയിൽ ആമസോൺ ഉണ്ടെങ്കിൽ ചൈനയിൽ ആലിബാബ ഉണ്ട്. ഇപ്പോൾ യുഎസ്എയിൽ ടെസ്ല ഉണ്ടെങ്കിൽ ചൈനയിൽ ബിവൈഡി ഉണ്ട്. ബിവൈഡി ഇപ്പോൾ ടെസ്ലയെക്കാട്ടും മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ യുഎസ്എയിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ ചൈനയിൽ ടിക്ടോക്ക് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഗ്ലോബൽ ബ്രാൻഡ് ചൈന ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു. ഇന്ത്യയും ചൈനയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരേ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷൻ കൂടുതലാണ്. എന്നിട്ടും ചൈനയെ പോലെ ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരുപാട് ബ്രാൻഡുകളൊന്നും ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ വിരലുണ്ടാവുന്ന പോലെ ഒരു ബ്രാൻഡ് പോലും നമുക്ക് പറയാനില്ല. അത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ച് പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചൈന എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവായിട്ട് ജീവിക്കുന്ന ഒരു ജനറേഷനാണ് അവർ. അവിടെ ജാതിയും മതവും പറഞ്ഞ് തമ്മിൽ തല്ലുന്ന ആളുകൾ വളരെ കുറവാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ അവിടുത്തെ നാട്ടിലെ ആളുകൾക്ക് ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റികളും അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും അവരുടെ ഗവൺമെന്റ് നൽകുന്നു. വേറെ ഒരു ഡിസ്ട്രാക്ഷൻ അവർക്കില്ല. പക്ഷേ നമ്മുടെ നാട്ടിലെ കേസിൽ ഇന്ത്യയിലെ കേസ് പറഞ്ഞാൽ ഇന്ത്യയിൽ മതവും ജാതിയും പറഞ്ഞ് തമ്മിൽ തല്ലും. ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്താൽ പോലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആരുമില്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മേളിലിരിക്കുന്ന ആൾക്കാർക്ക് വെളിവില്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ മാറും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ സിസ്റ്റം തന്നെ പൊളിച്ചിടണം. ഇനി ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ പഠിപ്പും വരില്ലാത്ത ഒരാളാണ് ഇലക്ഷൻ നിൽക്കുന്നതെങ്കിൽ വോട്ട് ചെയ്യില്ല എന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യാതായി ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽട്ടറായി നല്ല നേതാക്കൾ മുമ്പോട്ട് വരും. അങ്ങനെ നല്ലൊരു ഭരണം വരും. അങ്ങനെയെങ്കിലും ഈ നാട് നന്നാവും എന്ന് വിശ്വസിക്കാം. എന്നാൽ മാത്രമേ ഗ്ലോബലി റെക്കഗ്നൈസ് ചെയ്യുന്ന നല്ല നല്ല ബ്രാൻഡുകൾ ഇന്ത്യയിലുണ്ടാവും.